CA Inter May 25 FM MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. FM എക്സാമിനെ സംബന്ധിച്ച് മിക്കവാറും സ്റ്റുഡൻസ് ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞു. ബട്ട് ആക്ച്വലി കോൺസെപ്ച്വലി ക്ലാരിറ്റി ഉള്ളവർക്ക് അതൊരു ഡിഫിക്കൽട്ട് അല്ല, ഒരു ആവറേജ് എക്സാം മാത്രമാണ്. കാരണം വെച്ചാൽ മിക്ക ക്വസ്റ്റ്യൻസിനകത്തും ചില പോയിന്റ്സ്, അഡീഷണൽ പോയിന്റ്സ്, ട്രിക്കി പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മിക്കവാറും ആൾക്കാർക്ക് ഡിഫിക്കൽട്ട് ആയി തോന്നുന്നത്. ബട്ട് കോൺസെപ്റ്റലി ക്ലാരിറ്റി ഉള്ളവർക്ക് അത് നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1ലേക്ക്, MCQ ക്വസ്റ്റ്യൻ നമ്പർ 1ലേക്ക് പോയി കഴിഞ്ഞാൽ, T Limited, yes, T Limited is looking for capital project in order to replace its existing old machine. It got two proposals to consider, details of which are as given below. Proposal X, Proposal Y. Initial investment 6,50,000, 7,80,000. Estimated useful life 5 years, 3 years. Okay, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതെന്താണ്, രണ്ട് പ്രപ്പോസലും ലൈഫ് ഡിസ്പാരിറ്റിന്റെ പ്രോബ്ലമാണ്. രണ്ട് പ്രപ്പോസലിന്റെയും ലൈഫ് ഡിഫറെന്റ് ആണ്, യൂസ്ഫുൾ ലൈഫ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ലൈഫ് ഡിസ്പാരിറ്റിന്റെ പ്രോബ്ലം ആണ്. ഓക്കെ, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 1,90,000, 3,50,000. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10%. യെസ്, അപ്പൊ നിങ്ങളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നത് വാട്ട് വിൽ ബി ദി ഈക്വലന്റ് ആനുവൽ NPV ഫോർ പ്രപ്പോസൽ എക്സ് ആൻഡ് പ്രപ്പോസൽ വൈ. ഈക്വലന്റ് ആനുവൽ NPV ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ലൈഫ് ഡിസ്പാരിറ്റി പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ഓക്കെ, NPV അപ്പൊ രണ്ട് രീതിയിൽ വരാം. NPVന്റെ ബേസിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, ഔട്ട്ഫ്ലോയുടെ ബേസിലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻഫ്ലോ ഡോമിനേറ്റഡ് സം ആയതുകൊണ്ട് നമ്മൾ എന്ത് വേണം, NPV ഫൈൻഡ് ഔട്ട് ചെയ്തു. NPV ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം പ്രസന്റ് വാല്യൂ ആൻറ്റി ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈക്വലന്റ് ആനുവൽ NPV ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കാം. യെസ്, MCQ1, യെസ്, ഈക്വലന്റ് ആനുവൽ NPV, പ്രപ്പോസൽ എക്സ്, പ്രപ്പോസൽ വൈ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് തന്നെ NPV ഫൈൻഡ് ഔട്ട് ചെയ്യാം. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, പ്രപ്പോസൽ എക്സിന്റെ 1,90,000 ആണ്. 1,90,000 ഇൻറ്റു പ്രസന്റ് വാല്യൂ ആനുറ്റി ഫാക്ടർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ്റെ അത് നമുക്ക് ഇവിടെ രണ്ട് പ്രസന്റ് വാല്യൂ ഫാക്ടർ തന്നിട്ടുണ്ട്, ഫസ്റ്റ് തന്നിരിക്കുന്നത് പ്രസന്റ് വാല്യൂ ഫാക്ടർ ആണ്. യെസ്, സെക്കൻഡ് വൺ തന്നിരിക്കുന്നത് പ്രസന്റ് വാല്യൂ ആനുറ്റി ഫാക്ടർ ആണ്. ഓക്കെ, അപ്പൊ ആനുറ്റി ക്യാഷ് ഫ്ലോ ആണെങ്കിൽ പ്രസന്റ് വാല്യൂ ആനുറ്റി ഫാക്ടർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ 1,90,000 ഇൻറ്റു 3.791, 5 ഇയേഴ്സിലുള്ള പ്രസന്റ് വാല്യൂ ആനുറ്റി ഫാക്ടർ 3.791 ആണ്. യെസ്, 7,20,290. യെസ്, അതിൽ നിന്ന് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, ഇനീഷ്യൽ ഔട്ട്ഫ്ലോ 6,50,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ NPV, പ്രപ്പോസൽ എക്സിന്റെ NPV 70,290 കിട്ടും. സെയിം ലൈക്ക് പ്രപ്പോസൽ വൈയുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 8,70,450 ആണ്. അതെങ്ങനെയാണ് കിട്ടിയത്? 3,50,000 ആണ് ഇയർലി ക്യാഷ് ഇൻഫ്ലോ, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. അതിന് 3 ഇയേഴ്സിന്റെ പ്രസന്റ് വാല്യൂ ആനുറ്റി ഫാക്ടർ എന്ന് പറയുന്നത് 2.487 ആണ്. അപ്പോൾ 8,70,450 കിട്ടി. ഓക്കെ, 7,80,000 ആണ് ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ പ്രപ്പോസൽ വൈയുടെ. NPV 90,450. ഓക്കെ, NPV പ്രപ്പോസൽ എക്സിന്റെ NPV 70,290 ആണ്. പ്രപ്പോസൽ വൈയുടെ NPV 90,450 ആണ്. നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? ഈക്വൽ ആനുവൽ NPV ആണ്, ഇക്വേറ്റഡ് ആനുവൽ NPV ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാം? NPV ഡിവൈഡ് ബൈ പ്രസന്റ് വാല്യൂ ആനുറ്റി ഫാക്ടർ. യെസ്, 5 ഇയേഴ്സിന്റെ പ്രസന്റ് വാല്യൂ ആനുറ്റി ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 18,541 പ്രപ്പോസൽ എക്സിന്റെ ഈക്വേറ്റഡ് ആനുറ്റി NPV ആണ്. ആനുറ്റി ഫാക്ടർ കിട്ടും, ഈക്വേറ്റഡ് ആനുറ്റി NPV ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സെയിം ലൈക്ക് പ്രപ്പോസൽ വൈയുടെ പ്രസന്റ് വാല്യൂ ആനുറ്റി ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് 36,369.12 കിട്ടും. യെസ്, അപ്പൊ നമുക്ക് MCQ1ന്റെ ആൻസർ നോക്കാം. ഓക്കെ, 18 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 18,541.28 and 36,369.12. That means MCQ1ന്റെ ആൻസർ എന്ന് പറയുന്നത് B ആണ്.
MCQ1 ആൻസർ എന്താണ്? ബി ആണ്. യെസ്, MCQ1 ആൻസർ ഏതാണ്? ബി ആണ്. ബി ആണ്. ഓക്കെ, ബി ആണ് ആൻസർ. യെസ്. ഇനി MCQ2ലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് അടുത്ത MCQ. യെസ്, ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള MCQs ആണ്. Q Limited is planning to pay dividend 2 per share in next year. 2 per share in next year. That means 2 per share എന്ന് പറയുന്നത് D1 ആണ്. എക്സ്പെക്ടഡ് ഡിവിഡൻഡ് ആണ്, D1 ആണ്. സപ്പോസ് ക്വസ്റ്റ്യൻ അത് പ്രീവിയസ് ഇയർ ഡിവിഡൻഡ് എന്നോ കറണ്ട് ഇയർ ഡിവിഡൻഡ് എന്നോ അല്ലെ ഡിവിഡൻഡ് പെയ്ഡ് എന്നോ തന്നിട്ടുണ്ടെങ്കിൽ അത് D0 ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന പ്ലാനിങ് ടു പേ ഡിവിഡൻഡ് ₹2 per share in next year, that is D1 ആണ്. ഗ്രോത്ത് റേറ്റ് ഓഫ് കമ്പനീസ് 8%. അപ്പൊ ജി എത്രയാണ്? 8% ആണ്. കറണ്ട് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഈസ് 51. P0 എന്ന് പറയുന്നത് എത്രയാണ്? 51 ആണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഈസ് എത്രയാണ്? ₹1 per ഷെയർ ആണ്. വാട്ട് വിൽ ബി ദി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി? ദാറ്റ് മീൻസ് KE ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ KE ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഫോർമുല എന്താണ്? യെസ്, KE ഫൈൻഡ് ഔട്ട് ചെയ്യാൻ K is equal to D1 divided by P0 minus flotation cost plus G ആണ്. പ്ലസ് G ആണ് വരിക. ഓക്കെ ഓക്കെ അപ്പോൾ D1 എന്ന് പറയുന്നത് 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 51 മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് 1 ആണ് പ്ലസ് 0.08 G ആണ്. അങ്ങനെയാണ് 12% ആണ് നമുക്ക് KE കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കിട്ടുക. ഓക്കെ, ആൻസറിൽ യെസ് അറിയാം. 12% പറയുന്നത് സി ആണ്. MCQ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 2യുടെ ആൻസർ സി ആണ്. 12% സി ആണ്. സി ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത MCQ തേർഡ് MCQയിലേക്ക് പോവാം. MCQ3. A company has net worth of ₹5 lakh. Net worth of ₹5 lakh ആണ്. Yes. Its debt to equity ratio 2. Debt to equity ratio എന്ന് പറയുന്നത് 2 ആണ്. But debt divided by equity. ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഡെറ്റ് എന്ന് പറയുന്നത് നോർമലി ലോങ് ടേം ഡെറ്റ് ആയിരിക്കും. ലോങ് ടേം ഡെറ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി. നെറ്റ് വർത്ത് അല്ലെങ്കിൽ ഇക്വിറ്റി, നെറ്റ് വർത്ത് ഓർ ഇക്വിറ്റി എത്രയാണ്? 5 lakh ആണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എത്രയാണ്? 2 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് എത്രയാണ്? 10% ആണ്. 10% ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ്. ദ കമ്പനി ഏൺസ് ആൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 4 lakh. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എത്രയാണ്? 4 lakhs ആണ്. ടാക്സ് റേറ്റ് ഈസ് 30%. ടാക്സ് റേറ്റ് 30% ആണ്. എന്താണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് GP കിട്ടും. GPയിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി EBIT കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഒന്നും ക്വസ്റ്റ്യൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നെയായിരിക്കും എന്താണ്? EBIT. 4 lakh എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നെയായിരിക്കും EBIT. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു വാട്ട് വിൽ ബി ദി ഫിനാൻഷ്യൽ ലിവറേജ് ഓഫ് ദ കമ്പനി? നമുക്കറിയാം ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് എന്താണ്? EBIT ഡിവൈഡഡ് ബൈ EBT ആണ്. EBIT ഡിവൈഡ് ബൈ EBT ആണ്. അപ്പൊ ക്വസ്റ്റ്യനകത്ത് നമുക്ക് EBIT നമുക്ക് കിട്ടുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 4 lakh കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാം? ശ്രദ്ധിക്കാം. നെറ്റ് വർത്ത് എത്രയാണ്? നെറ്റ് വർത്ത് അല്ലെങ്കിൽ ഇക്വിറ്റി 5 lakh ആണ്. 5 lakh ആണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എത്രയാണ്? 2 ആണ്. ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി എത്രയാണ്? 5 lakh. അങ്ങനെയാണെങ്കിൽ ലോങ് ടേം ഡെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 lakh into 2
10 lakh rupees ആണ് ലോങ് ടേം ഡെറ്റ്. യെസ്, അപ്പൊ ലോങ് ടേം ഡെറ്റ് കിട്ടി. ഇൻട്രസ്റ്റ് എത്രയാണ് വരിക? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10 lakhന്റെ 10%. പറഞ്ഞിട്ടുണ്ട് ഡെറ്റിന്റെ ഇൻട്രസ്റ്റ് പെർസെന്റേജ് എത്രയാണ്? 10% ആണ്. അങ്ങനെയാണ് 10 lakhന്റെ 10% 1 lakh ആണ് ഇൻട്രസ്റ്റ്. 1 lakh ആണ് ഇൻട്രസ്റ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ EBIT തന്നിട്ടുണ്ട് 4 lakh. 4 lakh തന്നിട്ടുണ്ട്. ആ 4 lakhൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 lakh മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? EBT കിട്ടും. EBT എത്രയാണ്? 3 lakhs ആണ്. അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ്? EBIT ഡിവൈഡഡ് ബൈ EBT. ഫിനാൻഷ്യൽ ലിവറേജ് is equal to EBIT divided by EBT. 4 lakhs divided by 3 lakh. 1.33 times. 1.33 times ആണ് ഫിനാൻഷ്യൽ ലിവറേജ്. ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ എത്രയാണ്. 1.33 times. യെസ്, MCQ നമ്പർ 3യുടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ബി ആണ് ആൻസർ. 1.33 times. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് യെസ് MCQ 4-2 യെസ് കേസ് സിനാറിയോ തന്നിട്ടുണ്ട്. ഈ കേസ് സിനാറിയോയുടെ ബേസിലാണ് MCQ 4-8 വരെയുള്ള MCQ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, 4 to 8 വരെയുള്ള. ഓക്കെ, അപ്പൊ കേസ് സിനാറിയോ വായിക്കുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ നോർമലി യെസ് ക്വസ്റ്റ്യൻ നോക്കുക. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ്റെ അത് പറയുന്നത്? ഓക്കെ, ഇത് വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കേസ് സിനാറിയോ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ അത് ചോദിക്കുന്നത് വാട്ട് വിൽ ബി ദി ടോട്ടൽ എസ്റ്റിമേറ്റഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സ്, വാട്ട് വിൽ ബി ദി ടോട്ടൽ എസ്റ്റിമേറ്റഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ആൻഡ് ടോട്ടൽ ഡെറ്റേഴ്സ് ഓൺ ക്യാഷ് കോസ്റ്റ് ബേസിസ്. അപ്പൊ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ എത്രയാണ്, സെയിം ലൈക്ക് ഡെറ്റേഴ്സിന്റെ വാല്യൂ എത്രയാണെന്നുള്ള കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. യെസ്, രണ്ടാമത്തെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എത്രയാണെന്നുള്ള കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ബട്ട് കറണ്ട് അസറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ കറണ്ട് അസറ്റ്സിന്റെ അത് വരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് അറിയണം. റോ മെറ്റീരിയൽ അറിയണം, ഫിനിഷ്ഡ് ഗുഡ്സ് അറിയണം, സപ്പോസ് WIP അറിയണം, ഡെറ്റേഴ്സ് അറിയണം. ഇതിന്റെ എല്ലാം വാല്യൂ അറിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കറണ്ട് അസറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, സെയിം ലൈക്ക് 6th ക്വസ്റ്റ്യൻ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിന്റെ ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് അതൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും കറണ്ട് ലയബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. 7th one, what will be the estimated working capital to be submitted by you in the proposal? Estimated working capital. Working capital എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കിട്ടി കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വിൽ ബി ദി ടോട്ടൽ മാനുഫാക്ചറിംഗ് കോസ്റ്റ്. ടോട്ടൽ മാനുഫാക്ചറിംഗ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ്. ക്വസ്റ്റ്യൻ അത് പറയുന്നത് ടോട്ടൽ മാനുഫാക്ചറിംഗ് കോസ്റ്റ് ആൻഡ് total cost of sales on cash cost basis. Suppose the manufacturing cost total cost ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ഡെറ്റേഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് കോസ്റ്റ് നമുക്കറിയണം. ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ അല്ല കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബേസിലാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ. ഓക്കെ, സെയിം ലൈക്ക് ഡെറ്റേഴ്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നിക്ക് സെയിൽസ് അപ്രോച്ച് ഉണ്ട്, അല്ലെ ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച് ഉണ്ട്, അല്ലെ ക്യാഷ് കോസ്റ്റ് അപ്രോച്ച് ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് അറിയണം. യെസ്, അപ്പോൾ നമുക്ക് ഈ 4 to 8 വരെയുള്ള MCQ തന്നതിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? യെസ്, MCQ നമ്പർ 8 ആണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, എന്തുകൊണ്ടാണ്? നമ്മൾ MCQ നമ്പർ 4 ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ടോട്ടൽ കോസ്റ്റ് അറിയണം, ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽ അറിയണം, മാനുഫാക്ചറിംഗ് കോസ്റ്റ് അറിയണം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? MCQ 4 ചെയ്യാൻ പറ്റൂ. MCQ 4 ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അടുത്ത MCQ 5 and 6 and 7 നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം, ശ്രദ്ധിക്കാം. കേസ് സിനാറിയോ 1. ഓക്കെ, XYZ Limited wants to establish a shoe manufacturing unit. To set up this unit, it needs a loan. XYZ Limited approaches a commercial bank for working capital loan. Bank has asked the company to present the proposal for such loan. To prepare such proposal, the company has appointed you and provide some information about the plan. Okay,
അപ്പം ഇനീഷ്യൽ തന്നെ ഈ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ജസ്റ്റ് അവർ ഡീറ്റെയിൽസ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇറ്റ് വാണ്ട്സ് ടു മെയിൻറ്റെയിൻ എ മാർജിൻ ഓഫ് സേഫ്റ്റി 10% ഓഫ് കണ്ടിജൻസി. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷൻ ചെയ്യുന്ന സമയത്ത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്തതിനു ശേഷം 10% അഡീഷണൽ കണ്ടിജൻസി ആഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ഈ ക്വസ്റ്റിൻ അത് 10%, ഈ ക്വസ്റ്റിൻ അത് 10% കണ്ടിജൻസി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി നമ്മൾ ചെയ്തതിന് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും രീതിയിൽ കണ്ടിജൻസി അല്ലെങ്കിൽ സേഫ്റ്റി മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 10% ആണ് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. The company want to keep cash balance 90,000. Cash balance എത്രയാണ്? 90,000. The product will sold at a gross profit margin of 25% on cost of goods sold. GP gross profit margin on 25% on cost of goods sold. കോസ്റ്റിന്റെ 25% ആണ് നമുക്ക് പ്രോഫിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെയിൽസിന്റെ എത്ര പെർസെന്റേജ് ആയിക്കോളൂ? 20%. 1/4 ഓൺ കോസ്റ്റ് ആണെങ്കിൽ 1/5 ഓൺ സെയിൽ ആയിരിക്കും. ഓക്കെ, ഡിപ്രീസിയേഷൻ വിൽ ബി പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഡിപ്രീസിയേഷൻ വിൽ ബി പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഡിപ്രീസിയേഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ പാർട്ടാണ്. അപ്പൊ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നില്ല. ഓക്കെ, ഇത് പറയുന്നില്ല. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ വിൽ ബി ഹെൽഡ് അറ്റ് 1.5 months ഓഫ് ഇറ്റ്സ് കൺസപ്ഷൻ. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ് 1.5 months of its consumption. Consumption 1 point. That means raw material holding period. Raw material holding period എത്രയാണ്? 1.5 months ആണ്. While finished goods inventory will be maintained 1 month of its requirement. അപ്പോൾ finished goods holding period എത്രയാണ്? 1 month ആണ്. ഓക്കെ, raw material holding period 1.5 month ആണ്. Finished goods holding period 1 month ആണ്. Finished goods will be valued at manufacturing cost. മാനുഫാക്ചറിങ് കോസ്റ്റിന്റെ ബേസിലാണ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ട്. നമ്മൾ നോർമലി ഫിനിഷ്ഡ് ഗുഡ്സ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ബേസിലാണ്. സപ്പോസ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസ് സ്റ്റോക്കും സെയിം ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ബേസിലാണ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ വാല്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ മാനുഫാക്ചറിങ് കോസ്റ്റിന്റെ ബേസിലാണ്. മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തന്നെയാണ് മാനുഫാക്ചറിങ് കോസ്റ്റ്. ഓക്കെ, the company will sell shoes in domestic as well as foreign market. Domestic, അപ്പോൾ കമ്പനി സെയിൽ ചെയ്യുന്നത് ഡൊമസ്റ്റിക് as well as foreign market സെയിൽ ചെയ്യുന്നുണ്ട്. ടോട്ടൽ എസ്റ്റിമേറ്റഡ് ആനുവൽ സെയിൽസ് വിൽ ബി 30 lakh. ബസ് ടോട്ടൽ സെയിൽസ് എത്രയാണ്? 30 lakh. 20% ഓഫ് സെയിൽസ് ആർ ഫോറിൻ സെയിൽസ്. 20% ഓഫ് സെയിൽസ് എത്രയാണ്? ഫോറിൻ സെയിൽസ്. ഇപ്പൊ 20% ഓഫ് ദ സെയിൽസ് വേർ ഫോറിൻ സെയിൽസ്. അങ്ങനെയാണെങ്കിൽ 30 lakhന്റെ 20% ഫോറിൻ സെയിൽ ആണ്. അങ്ങനെയാണെങ്കിൽ 30 lakhന്റെ 20% എന്ന് പറയുമ്പോൾ എത്ര വരും? 6 lakh rupees ഫോറിൻ സെയിൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഡൊമസ്റ്റിക് സെയിൽ എത്രയായിരിക്കും? 24 lakh ആയിരിക്കും. 30 lakh minus 6 lakh. And there will be a delay of half month to realize the sales proceeds from foreign debtors. That means ഫോറിൻ ഡെറ്റേഴ്സിന്റെ നമ്മൾ എന്താണ് ഡെറ്റ് കളക്ഷൻ പീരീഡ് എത്രയാണ്? ഹാഫ് മന്ത് ആണ്. ഓക്കെ, ഫോറിൻ ഡെറ്റേഴ്സിന്റെ. ഓൾ ഡൊമസ്റ്റിക് സെയിൽസ് വിൽ ബി ഓൺ ക്രെഡിറ്റ് ആൻഡ് അലൗഡ് എ ക്രെഡിറ്റ് പീരീഡ് ഓഫ് 2 months. അപ്പം ഡൊമസ്റ്റിക് സെയിൽസിന്റെ എത്രയാണ്? ഡെറ്റ് കളക്ഷൻ പീരീഡ് എത്രയാണ്? 2 months ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നോർമലി നമുക്ക് സാധാരണ ഇതിൽ ഡൊമസ്റ്റിക് സെയിൽസ് മാത്രമാണെങ്കിൽ ഒരു ഡെറ്റ് കളക്ഷൻ പീരീഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ 2 ഡെറ്റ് കളക്ഷൻ പീരീഡ് ഉണ്ട്. ഒന്ന് ഡൊമസ്റ്റിക് സെയിൽസിന്റെ കളക്ഷൻ പീരീഡും ഡെറ്റ് കളക്ഷൻ പീരീഡും, മറ്റേത് ഫോറിൻ സെയിൽസിന്റെ കളക്ഷൻ പീരീഡും ഡെറ്റ് കളക്ഷൻ പീരീഡും. ഒന്ന് ഹാഫ് മന്ത് ആണ്, മറ്റേത് 2 months ആണ്. അപ്പം ഇവിടെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്, നമുക്കറിയാൻ പറ്റും ഈ ഡെറ്റേഴ്സ് വാല്യൂ ചെയ്യാൻ നമുക്ക് സെയിൽസ് അപ്രോച്ച് ഉണ്ട്, ടോട്ടൽ കോസ്റ്റ് അപ്രോച്ച് ഉണ്ട്, ക്യാഷ് കോസ്റ്റ് അപ്രോച്ച് ഉണ്ട്. ബട്ട് ഇവിടെ നമുക്ക് നോർമലി നമ്മൾ സാധാരണ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് സെയിൽസ് അപ്രോച്ച്, സെയിൽസിൽ എപ്പോഴാണ് ഡെറ്റേഴ്സ് വാല്യൂ ചെയ്യുക? ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മാത്രമേ സെയിൽസിൽ നമ്മൾ സെയിൽസിൽ ഡെറ്റേഴ്സ് വാല്യൂ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് വേണം? ടോട്ടൽ കോസ്റ്റിന്റെ ബേസിലാണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ ബേസിലാണ് വാല്യൂ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ സൈലന്റ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ ബേസിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. Raw material consumed will be 25% ഓഫ് എസ്റ്റിമേറ്റഡ് സെയിൽസ്. Raw material consumed എത്രയാണ്?
25% of estimated sales, and the company will get credit period of 2 months of consumption from its supplier of raw material. Raw material consumed എന്ന് പറയുന്ന 25% of estimated sales. Estimated salesന്റെ 25% ആയിരിക്കും. അപ്പൊ 30 lakh ആണ് നമ്മുടെ total sales. ഇതിന്റെ 25% എത്രയാണ്? 30 lakh into 25% എത്രയാണ്? 7,50,000 ആണ് നമുക്ക് raw material consumption എന്ന് പറയുന്നത്. Raw material consumed will be 25% of estimated sales, and the company will get credit period of 2 months of consumption from its supplier of raw material. അപ്പം creditors payment period എത്രയാണ്? Creditors payment 2 months. Creditors എത്രയാണ്? 2 monthsന് ശേഷം മാത്രമേ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. Creditors payment period 2 months ആണ് from its supplier of raw material. Wages expenses. Wage expense will be 20% of sales. Wage expense എത്രയാണ്? സെയിൽസിന്റെ 20%. സെയിൽസ് 30 lakh ആണ്. 30 lakhന്റെ 20%. That means എത്രയാണ്? 6 lakh ആയിരിക്കും wages ഉണ്ടാവുക. Wage expense will be 20% of sales and will be paid half months lag. That means half month lag ആയിട്ടാണ് wages pay ചെയ്യുന്നത്. Okay. Outstanding cash manufacturing overhead expenses at the end of the year will be 60,000. Outstanding cash manufacturing overhead expenses at the end of the year will be 60,000. At the end of the year ഉള്ള cash manufacturing expense 60,000 ആണ്. 60,000 എന്ന് പറഞ്ഞാൽ end of the yearലാണ്. End of the yearലെ ഉള്ളതാണ്. Okay. Outstanding. It will be paid in 1 month in area. Month area. That means ഒരു മാസത്തെ ഏരിയ ആയിരിക്കും outstanding. That means ഒരു വർഷത്തേക്കുള്ള ക്യാഷ് മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 60,000 into 12 7,20,000 ആണ്. 60,000 എന്നാണ് ഒരു മാസത്തേക്ക് വേണ്ടി മാത്രമുള്ള ഏരിയ ആണ്. എസ്റ്റിമേറ്റ് ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് to be paid after 1 month. Same like a total administrative cost എത്രയാണ്? Total estimated administrative cost will be എത്രയാണ്? 1,80,000. ഒരു വർഷത്തേക്കുള്ള ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എത്രയാണ്? 1,80,000 ആണ്. To be paid after 1 month. That means ഒരു മാസത്തേക്കുള്ളതായിരിക്കും 1,80,000 divided by 12 എത്രയാണ്? 15,000 ആയിരിക്കും ഒരു മാസത്തേക്ക് ഉണ്ടാവുക. Expected annual sales promotion expense എത്രയാണ്? 90,000. Expected annual sales promotion expense 90,000 ആണ്. ഒരു വർഷത്തേക്കുള്ള സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് എത്രയാണ്? 90,000. ഒരു വർഷത്തേക്കുള്ള 90,000 which will be paid quarterly in advance. എല്ലാ ക്വാർട്ടറും അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യും. That means നമുക്ക് ഇവിടെ പ്രീപെയ്ഡ് സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് ഉണ്ട്. പ്രീപേ ചെയ്യുന്നുണ്ട്, അഡ്വാൻസ് ആണ് സെയിൽ. അപ്പൊ നമ്മൾ കറണ്ട് അസറ്റ്സ് വാല്യൂ ചെയ്യുന്ന സമയത്ത് സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് 90,000 ഒരു വർഷത്തേക്കാണ്. 90,000 into 1/4 എത്രയാണ് വരുന്നത്? 90,000 divided by 4 എത്രയാണ്? 22,500 എന്ന് പറയുന്നത് 22,500 എന്താണ്? സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസസ് അഡ്വാൻസ് കറണ്ട് അസറ്റ്സിന്റെ അത് നമ്മൾ സെപ്പറേറ്റ് പ്രസന്റ് ചെയ്യണം. Which will be paid in quarterly advance. The company want to submit a proposal to bank on cash cost basis. But ഇവിടെ ക്വസ്റ്റ്യൻ ക്യാഷ് കോസ്റ്റ് ബേസിൽ ചെയ്യാൻ പറയുന്നുണ്ട്. ബട്ട് നമുക്ക് ക്യാഷ് കോസ്റ്റ് ബേസ് ചെയ്യണമെങ്കിൽ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് അറിയണം. ഈ ക്വസ്റ്റ്യൻ ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ യു ആർ റിക്വയർഡ് ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ 4 to 8. അപ്പൊ നമ്മളിപ്പോ 4 to 8 വരെയുള്ള MCQന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, ഇതിൻ്റെ അകത്ത് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ഫൈൻഡ് ഔട്ട് ചെയ്യണം, ടോട്ടൽ ഡെറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അതാണ് കോസ്റ്റ് ഓഫ് സെയിൽ അറിയണം, മാനുഫാക്ചറിങ് കോസ്റ്റ് അറിയണം, ടോട്ടൽ ഡെറ്റേഴ്സ് അറിയണമെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് അറിയണം. അപ്പം ഇതിനകത്ത് 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ മാനുഫാക്ചറിങ് കോസ്റ്റും ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പം 8th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 8th ക്വസ്റ്റ്യൻ MCQ 4th way based on case scenario. Okay, working note number 1 ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് മാനുഫാക്ചറിങ് കോസ്റ്റ് അറിയണം, കോസ്റ്റ് ഓഫ് സെയിൽ അറിയണം. അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, ഓക്കെ, ഡയറക്ട് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസസ് നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും.
Okay, raw material consumer 30 lakh 25%, 7 lakh 50. Direct wages 6 lakh. 6 lakh ആണ് ഡയറക്റ്റ് വേജസ് വരുന്നത്. ഡയറക്റ്റ് വേജസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 30 ലാക്സിന്റെ എത്രയാണ് പറഞ്ഞത് 20% ആണ്. 30 ലാക്സിന് 20%. 30 ലാക്സിന്റെ 20% ആണ്. സെയിൽസിന്റെ 20% ആണ് ഡയറക്റ്റ് വേജസ് ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പ്രൈം കോസ്റ്റ് കിട്ടി നമുക്ക് 13,50,000. ആൻഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ് 60,000 ആണ് ക്യാഷ് മാനുഫാക്ചറിങ് കോസ്റ്റ് വരുന്നത്. യെസ്, ഇതാണ് 60,000 into 12. 60,000 into 12 എത്രയാണ് 7,20,000. 7,20,000. ഓക്കെ, 7,20,000. ഫാക്ടറി കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ് നമുക്ക് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി 20,70,000. ഓക്കെ, ഇവിടെ ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഡിപ്രീസിയേഷൻ ക്യാഷ് മാനുഫാക്ചറിങ് ഓവർഹെഡ് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ 60,000 അത് ഒരു കാരണവശാലും ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇത് ക്യാഷ് മാനുഫാക്ചറിങ് ഓവർഹെഡ് മാത്രമാണ്. ഓക്കെ, അപ്പൊ ഫാക്ടറി കോസ്റ്റ് നമുക്ക് കിട്ടും 20,70,000. ഫാക്ടറി കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 20,70,000. മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ് 20,70,000. അതിലൂടെ അഡ്മിനിസ്ട്രേഷൻ, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ ഓർഡർ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞെങ്കിൽ അത് നിങ്ങളുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ പാർട്ട് ആവും. ബട്ട് ഇവിടെ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാണ് 1,80,000. ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്തു 90,000. ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ് 23,40,000. 23,40,000 ആണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്രയാണ്? മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 20,70,000. യെസ്, കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 23,40,000. MCQ നമ്പർ 8. MCQ നമ്പർ 8 നമ്മൾ പോയി കഴിഞ്ഞാൽ യെസ് 20 lakh what will be the manufacturing cost and cost of sales 20 lakh. Yes, this is the answer 20,70,000 and 23,40,000. Yes, A ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. MCQ ഫോർത്ത് വൺ ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. ഓക്കെ, ഫോർത്ത് വൺ എന്തുകൊണ്ടാണെന്നുള്ള ഫോർത്ത് ആൻസർ ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. വാട്ട് വിൽ ബി ദ ടോട്ടൽ എസ്റ്റിമേറ്റഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി ആൻഡ് ടോട്ടൽ ഡെറ്റേഴ്സ്. ഓക്കെ, ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി എത്രയാണ്? ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി വർക്കിംഗ് നോട്ട് നമ്പർ 2. ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി കാണാനുള്ള ഫോർമുല എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെന്ററി നോർമലി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൊണ്ടാണ് നമ്മൾ ചെയ്യുക. ബട്ട് നമുക്ക് ഇവിടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു മാനുഫാക്ചറിംഗ് കോസ്റ്റ് ബേസ്ഡിലാണ് ചെയ്യേണ്ടത് പറയുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻറ്റു റോ മെറ്റീരിയൽ ഹോൾഡിംഗ് ബിൽ ഡിവൈഡ് ബൈ 12 or 365. But 20,70,000 ആണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ വർക്കിംഗ് നോട്ട് നമ്പർ 1 ചെയ്തിട്ടുണ്ടായിരുന്നു. 1 month ആണ് ഫിനിഷ്ഡ് ഗുഡ്സ് ഹോൾഡിംഗ് ബിൽ ഡിവൈഡ് ബൈ 12. 1,72,500 ആണ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ. 1,72,500. യെസ്, അപ്പോൾ നമുക്ക് MCQ ആൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ 1,72,500 ബി ആൻഡ് സി വന്നിട്ടുണ്ട്. ബി ആൻഡ് സിയിലും 1,72,500 ആണ്. നമുക്ക് ഇതിനടുത്ത് ഡെറ്റേഴ്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ടോട്ടൽ ഡെറ്റേഴ്സ് ഓൺ ക്യാഷ് കോസ്റ്റ് ബേസിസ്. ഓക്കെ, ക്യാഷ് കോസ്റ്റ് ബേസിലാണ് ഡെറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഡെറ്റേഴ്സ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? അപ്പോൾ വർക്കിംഗ് നോട്ട് നമ്പർ 3 ഡെറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ് ടോട്ടൽ കോസ്റ്റ് ക്യാഷ് കോസ്റ്റ് ആണ്. ടോട്ടൽ ക്യാഷ് കോസ്റ്റ് ഓഫ് സെയിൽസ് into debt collection bill divided by 12 ആണ്. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, ബട്ട് ഇവിടെ രണ്ട് രീതിയിലാണ് സെയിൽസ് ഉള്ളത്, ഡൊമസ്റ്റിക് സെയിൽ ആൻഡ് ഫോറിൻ സെയിൽ. ഈ രണ്ട് സെയിൽസിന്റെയും ഡെറ്റ് കളക്ഷൻ ബില്ല് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടിന്റെയും ഡൊമസ്റ്റിക് സെയിലിന്റെയും ഫോറിൻ സെയിലിന്റെയും നമ്മൾ എന്ത് വേണം? രണ്ടിന്റെയും നമ്മൾ സെയിൽസ് എത്രയാണ് ഐഡന്റിഫൈ ചെയ്യാം. ഈ ഡൊമസ്റ്റിക് സെയിൽസിന്റെയും ഫോറിൻ സെയിൽസിന്റെയും കോസ്റ്റ് ഓഫ് സെയിൽസ് സെപ്പറേറ്റ്ലി ഐഡന്റിഫൈ ചെയ്യണം. ഡൊമസ്റ്റിക് സെയിൽസിന്റെ കോസ്റ്റ് ഓഫ് സെയിൽസ് സെപ്പറേറ്റ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്കറിയാം. ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? 23,40,000 ആണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് 23,40,000 ആണ്. ബട്ട് ഡൊമസ്റ്റിക് സെയിൽസിന്റെയും ഫോറിൻ സെയിൽസിന്റെയും ഡെറ്റ് കളക്ഷൻ പീരീഡ് ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് വേണം? സെപ്പറേറ്റ് ആയിട്ട് ഡൊമസ്റ്റിക് സെയിൽസിന്റെയും ഫോറിൻ സെയിൽസിന്റെയും കോസ്റ്റ് ഓഫ് സെയിൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ശ്രദ്ധിക്കാം, നമുക്ക് ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ 30 lakhs. ടോട്ടൽ സെയിൽസ് 30 lakhs ആണ്. അതിനകത്ത് ഡൊമസ്റ്റിക് സെയിൽസ് ഫോറിൻ സെയിൽസ് എത്രയാണ്? 20% ആണ്. ഫോറിൻ സെയിൽസ് എത്രയാണ്? 20%. അപ്പൊ 30 lakhന് 20% 6 lakh ആണ് ഫോറിൻ സെയിൽ. ഡൊമസ്റ്റിക് സെയിൽ അതുകൊണ്ട് 24 lakh. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക്
അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽ, ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് വർക്കിംഗ് നോട്ട് നമ്പർ 1. ഇതിന്റെ അത് ഡൊമസ്റ്റിക് സെയിൽസിന്റെ കോസ്റ്റ് ഓഫ് സെയിലും എന്ത് വേണം? യെസ്. ആൻഡ് ഫോറിൻ സെയിൽസിന്റെ കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്കറിയാം 20% ആണ് 20% ആണ് ഫോറിൻ സെയിൽസിന്റെ എന്താണ് പ്രപ്പോർഷൻ, 80% ആണ് ഡൊമസ്റ്റിക് സെയിൽസിന്റെ പ്രപ്പോർഷൻ. അങ്ങനെയാണെങ്കിൽ 23,40,000 ഇൻറ്റു 20% എത്രയാണ്? 4,68,000 ആണ് ഫോറിൻ സെയിൽസിന്റെ കോസ്റ്റ് ഓഫ് സെയിൽസ്. ഡൊമസ്റ്റിക് സെയിൽസിന്റെ എത്രയാണ്? 80%. 24,40,000 ഇൻറ്റു 80% എടുത്തു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് സെയിൽസിന്റെ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ രണ്ടിന്റെയും കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഡെറ്റേഴ്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഡെറ്റേഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് യെസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻറ്റു ഡെറ്റ് കളക്ഷൻ പീരീഡ് 2 ആണ്. 2 ഡിവൈഡ് ബൈ 12. 3,12,000 ആണ് ഡൊമസ്റ്റിക് സെയിലിന്റെ ഡെറ്റേഴ്സിന്റെ വാല്യൂ. സെയിം ലൈക്ക് ഫോറിൻ സെയിൽസിന്റെ 4,68,000 ആണ് കോസ്റ്റ് ഓഫ് സെയിൽ വരുന്നത് ഫോറിൻ സെയിൽസിന്റെ ഇൻറ്റു ഹാഫ് മന്ത് ആണ് ഡെറ്റ് കളക്ഷൻ പീരീഡ് 1.5 ഡിവൈഡ് ബൈ 12 19,500. അങ്ങനെ ടോട്ടൽ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഡെറ്റേഴ്സ് ഇസ് ഈക്വൽ ടു 3,12,000 പ്ലസ് 19,500 3,31,500 ആണ് ടോട്ടൽ ഡെറ്റേഴ്സ്. 3,31,500 ആണ്. യെസ്, MCQ നമ്പർ 4ൽ യെസ് 3,31,500. അതുകൊണ്ട് തന്നെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 1,72,500 ഫിനിഷ്ഡ് ഗൂഡ്സ് ഇൻവെന്ററി ആൻഡ് ഡെറ്റേഴ്സ് 3,31,500. യെസ്, fourth one C ആണ്. Okay. Next, fifth one. What will be the total estimated current asset? Total estimated current assets on cash cost basis. Current asset എന്ന് പറയുമ്പോൾ raw material inventory, finished goods inventory, debtors, cash balance, sales promotion expense, advance ഉണ്ട്. അത് മുഴുവൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് അസറ്റ്സ് കിട്ടും. അപ്പൊ കറണ്ട് അസറ്റ്സിന് അത് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ഇൻവെന്ററി ഫൈൻഡ് ഔട്ട് ചെയ്യണം. റോ മെറ്റീരിയൽ ഇൻവെന്ററി എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? 7,50,000 ആണ് കൺസംഷൻ. നോർമലി നമ്മൾ പർച്ചേസിന്റെ മുകളിലാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എത്രയാണ്? ആനുവൽ ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എത്രയാണ്? ടോട്ടൽ ആനുവൽ കൺസംഷൻ ഇൻറ്റു എന്നാണ് റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ് ഡിവൈഡ് ബൈ 12 ആണ്. ഇവിടെ ആനുവൽ കൺസംഷൻ എത്രയാണ്? 7,50,000 ആണ്. ഓക്കെ, 7,50,000 ആണ് ആനുവൽ കൺസംഷൻ ഇൻറ്റു 1.5 ഡിവൈഡ് ബൈ 12. റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ് ഡിവൈഡ് ബൈ 12 ആണ്. 93,750 ആണ് റോ മെറ്റീരിയൽ ഇൻവെന്ററി. അപ്പൊ റോ മെറ്റീരിയൽ ഇൻവെന്ററി നമ്മുടെ ഏതിന്റെ ബേസിലാണ്? ആനുവൽ കൺസംഷന്റെ ബേസിലാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. 7,50,000 ഇൻറ്റു 1.5 ഡിവൈഡ് ബൈ 12. ഫിനിഷ്ഡ് ഗൂഡ്സ് ഇൻവെന്ററി നമ്മൾ ഫൈൻഡ് വർക്കിംഗ് നോട്ട് നമ്പർ 2ൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 1,70,500. ഡെറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 3,31,500. ക്യാഷ് 90,000. സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആനുവൽ സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് 90,000 ആണ്. അതിന്റെ അത് യെസ് അതാണ് നമ്മൾ 3 മന്ത്സിലേക്കുള്ള, ദാറ്റ് മീൻസ് ഒരു ക്വാർട്ടറിലേക്കുള്ള സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് കറണ്ട് അസറ്റ് പാർട്ടായിരിക്കും 22,500. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നതിലാണ് 7,01,250 ആണ് വരിക. 7,01,250. 7,01,250. 7,01,250 ഉണ്ടോ? യെസ്, 7,10,000. 7,10,250. യെസ്, 7,10,250 ആണ് വരുന്നത്. 7,10,250. യെസ്, അപ്പൊ 7,10,250 ആണ് ആൻസർ. യെസ്, 7,10,250. യെസ്, fifth one ആയി. നെക്സ്റ്റ് അടുത്ത sixth one. What will be the total estimated current liabilities? Total estimated current liability എത്രയാണ്? കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് യെസ് കറണ്ട് ലയബിലിറ്റി. ക്രെഡിറ്റേഴ്സ് യെസ്, ക്രെഡിറ്റേഴ്സ് നമ്മൾ നോർമലി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ഇൻറ്റു എന്താണ് ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ് ഡിവൈഡ് ബൈ 12 ആണ്. ബട്ട് ഈ ക്വസ്റ്റ്യനകത്ത് ക്രെഡിറ്റേഴ്സിനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ക്രെഡിറ്റേഴ്സ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. എത്രയാണ് ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് പീരീഡ്? യെസ്, അറിയാം. ക്രെഡിറ്റ് പീരീഡ് യെസ്, എസ്റ്റിമേറ്റ് ദ കമ്പനി വിൽ ഗെറ്റ്
get a credit period of 2 months of consumption from its supplier of raw material. അപ്പം ആനുവൽ കൺസംഷന്റെ 2 months എന്താണ് 2 months ആണ് ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് പീരീഡ്. അപ്പം 7,50,000 into 2/12. ഓക്കെ, നോർമലി ക്രെഡിറ്റ് പർച്ചേസ് ആണ് എടുക്കുന്നത്, ബട്ട് ഇവിടെ സ്പെസിഫിക് ആയി ഞങ്ങൾ കൺസംഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് 7,50,000 into 2/12, 1,25,000. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് 6 lakh ആണ് ഇയർലി വരുന്നത്. 6 lakh ആണ് ഒരു വർഷത്തേക്കുള്ള ബേസിസ് വരുന്നത്. അതിൻ്റെ ഹാഫ് മന്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് മന്തിലേക്കാണ് ഔട്ട്സ്റ്റാൻഡിംഗ് വരുന്നത്, 25,000. ഔട്ട്സ്റ്റാൻഡിംഗ് ക്യാഷ് മാനുഫാക്ചറിംഗ് എക്സ്പെൻസസ് എത്രയാണ്? ഔട്ട്സ്റ്റാൻഡിംഗ് ക്യാഷ് മാനുഫാക്ചറിംഗ് എക്സ്പെൻസ് എത്രയാണ്? 60,000. 60,000 ആണ് ക്യാഷ് മാനുഫാക്ചറിംഗ് ഒരു മാസത്തേക്കുള്ള ക്യാഷ് മാനുഫാക്ചറിംഗ് എക്സ്പെൻസസ് എത്രയാണ്? 60,000. ഔട്ട്സ്റ്റാൻഡിംഗ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എത്രയാണ്? ഔട്ട്സ്റ്റാൻഡിംഗ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 15,000. 1,80,000 ഒരു വർഷത്തേക്കുള്ളതാണ്. 1 മന്തിലേക്ക് ഏരിയർ ആണ്. 1 മന്തിലേക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 1,80,000 into 1/12, 15,000. ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 2,25,000 ആണ്. 2,25,000. 2,25,000. 2,25,000. യെസ്, ദിസ് ഇസ് ആൻസർ വിൽ ബി ഡി ആണ്. ഡി ആണ് ആൻസർ വരുന്നത്. കറണ്ട് ലയബിലിറ്റി 2,25,000. 2,25,000. ഓക്കെ, and next question എന്താണ്? Last question, 7th question. What will be the estimated working capital submitted by you in the proposal? Total current asset minus current liability നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ current asset minus current liability നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. അതിന്റെ കൂടെ കണ്ടിൻജൻസി എത്രയാണ്? 10% ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് കിട്ടും. ഓക്കെ, അപ്പൊ കറണ്ട് അസറ്റ്സ് എത്രയാണ്? കറണ്ട് അസറ്റ്സ് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു 7,10,250. യെസ്, കറണ്ട് ലയബിലിറ്റി 2,25,000. വർക്കിംഗ് ക്യാപിറ്റൽ 4,85,250 ബിഫോർ കണ്ടിൻജൻസി അഡീഷൻ. യെസ്, പ്ലസ് കണ്ടിൻജൻസി എത്രയാണ്? 10% ആഡ് ചെയ്തു, 48,525. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് എത്രയാണ്? 5,33,775. 5,33,775. 5,33,775 ആണ്. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 7 ആൻസർ എന്ന് പറയുന്നത് എ ആണ്.